വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ TV ചാനലുകളിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയ ഒരു തൊഴിലാളിയെ കാണാതായിട്ട് 10 മണിക്കൂറായി. മാൻഹോളിലൂടെ ഇറങ്ങി ക്ലീനിങ്ങിനായി ഇറങ്ങിയ ആ തൊഴിലാളി മാലിന്യങ്ങൾക്കിടയിൽ, അതായത് പ്രത്യേകം എടുത്തു പറയേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങി ഒരു 50 മീറ്റർ പോലും തെരച്ചിൽ നടത്താൻ ഈ 10 മണിക്കൂർ കൊണ്ട് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നൊരു കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പല ടീം, സ്കൂബ ടീം, ഇതിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളൊക്കെ ഒരു 50 മീറ്റർ പോലും ആ ഒരു മാൻഹോളിലൂടെ ഇറങ്ങി ഈ തെരച്ചിൽ നടത്താൻ അവർക്ക് പറ്റിയില്ല. 50 മീറ്ററിനകത്ത്, അതായത് 50 മീറ്ററിനുള്ളിൽ ഈ തൊഴിലാളി ഉണ്ട് എന്നുള്ളതാണ് അവരുടെ നിഗമനം. കാരണം 50 മീറ്റർ അപ്പുറത്ത് ഈ തൊഴിലാളി കാണാതായ ഉടനെ തന്നെ ഒരു ഗ്രില്ല് വെച്ച്, മറ്റൊരു മാൻഹോളിലൂടെ ഗ്രില്ല് വെച്ച് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 50 മീറ്ററിനുള്ളിൽ തന്നെ ഈ തൊഴിലാളി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ 50 മീറ്റർ പോലും തെരച്ചിൽ നടത്താനോ അല്ലെങ്കിൽ 50 മീറ്ററിനുള്ളിലേക്ക് ഈ സ്കൂബ ഡൈവിംഗ് ടീമിനോ അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്കോ എത്താൻ പറ്റിയിട്ടില്ല. ഒരു 35-40 മീറ്ററാണ് പരമാവധി അവർക്ക് എത്താൻ പറ്റിയത്. പക്ഷെ അവിടെയും നമുക്ക് ആ തൊഴിലാളിയെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴും തൊഴിലാളിയെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വിഷമകരമായിട്ടുള്ള വസ്തുതയാണ്. തീർച്ചയായിട്ടും ആരാണ് ഇതിന് കാരണക്കാർ എന്നുള്ളത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ അല്ലെങ്കിൽ പുറത്ത് വാക്ക് യുദ്ധങ്ങൾ നടക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇതിന് കാരണക്കാരാണ്. പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് ഇതേപോലെ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നടന്നു, നാളെ മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെ സംഭവിക്കാം. എത്രയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇതേപോലെ ഡംപ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നാളെയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാൻ 100 അല്ല 150% സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് കാരണക്കാർ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കണോ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കണോ എന്നൊക്കെ ചിന്തിക്കേണ്ടതും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതും. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഒരു തൊഴിലാളിയെ കണ്ടുകിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.